ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് അർജുൻ റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒരു റെസ്ക്യൂ ഓപ്പറേഷനകത്ത് സംഭവിച്ച പോരായ്മകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ ബെറ്റർ ആവും, ഇത് എൻ്റെ ഒരു ആശയമാണ്. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക, കേട്ട ശേഷം ആലോചിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയണം. ഇനി ഇങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗത്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ പെടുന്ന ഒരാൾ രക്ഷപ്പെടണം. അങ്ങനെ ഞാൻ ചിന്തിച്ചാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് ഒരു സ്പെഷ്യൽ ടീം ഉണ്ടായിരിക്കണം രാജ്യമൊട്ടാകെ. കാര്യം നമ്മൾ കേരളത്തിൽ മാത്രമല്ലല്ലോ നടക്കുന്നത്, നമ്മൾ തമിഴ്നാട്ടിലും പോകണം, എല്ലായിടത്തും പോകേണ്ടതാണ്. എല്ലാവരും എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മാത്രം നമ്മുടെ ഇത് കേരളം അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറഞ്ഞ ഈ സംസാരിക്കേണ്ട സബ്ജക്റ്റ് അല്ലേ ഇത്. അപ്പം ഏറ്റവും ശക്തമായ ആൾക്കാർ വേണം ആ ടീമിനുണ്ടായിരിക്കണം ഒന്ന്. അതുപോലെ ലോകത്തിലെ എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആ ടീമിനുണ്ടായിരിക്കണം. ആ ടീം ഒന്നെങ്കിൽ അത് പ്രൈവറ്റ് ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചുള്ള ഏജൻസി ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇതായിരിക്കും നടക്കേണ്ടത്. ഇതെങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, ഇതാണ് വേണ്ടത് ശരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്പിംഗ് കൺട്രി ആണ്, അല്ലെങ്കിൽ നാളെ നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആണെന്ന് പറയാൻ പറ്റും. വലിയ കെട്ടിടം പണിത് വെച്ചു, അത് ഓക്കെ, വലിയ റോഡ് വന്നു, പക്ഷേ ഇത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റെന്തിനേക്കാളും. ഇത് ആർക്കും സംഭവിക്കാം, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കാം. കാര്യം പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക ലോകത്ത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീം വേണം. നിങ്ങളെല്ലാം മഞ്ഞുമൽ ബോയ്സ് കണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ റെസ്ക്യൂ ഓപ്പറേഷന് ഭയങ്കര താമസമാണ്. ഇപ്പോൾ ലോക്കൽ പോലീസിലാണ് ചെല്ലുന്നത്. ലോക്കൽ പോലീസ് ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല അത് കറക്റ്റായിട്ട്. ഞാൻ പോലീസിനെ കുറ്റം പറയുകയല്ല, ആ സ്കിൽ അവർക്കില്ല. അപ്പോൾ നമ്മൾ ആ സ്കില്ലുള്ള ഏജൻസി ഏൽപ്പിക്കണം, അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്കില്ലാത്ത ഒരാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് തന്നെ കാര്യം ഇരിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഒന്ന് ആ സിനിമയ്ക്കകത്ത് കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കയറും കാര്യങ്ങളും മേടിക്കാൻ പോകുന്നതൊക്കെ ഓരോ കടകളിൽ പോയി മേടിക്കുക സമയത്ത് ഒന്ന്. രണ്ടാമത് അവർ ഇടപെട്ട രീതി, കാര്യം അവരെ തല്ലുക ചെയ്യുന്നത്. കാര്യം അവർ ശരിക്കും പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടിൽ ചെന്നു, അങ്ങനെയുള്ളിടത്ത് കയറാൻ പറ്റാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയ ചെന്നു, ഓക്കെ, അതിന് തീർച്ചയായിട്ടും അവർക്ക് കേസ് വരും. പക്ഷെ ആ സമയത്ത് അതല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് സ്പോട്ടിൽ ചെല്ലുക, ആളെ രക്ഷിക്കുക. വരുന്ന വഴിക്ക് പിന്നെ പൈൻറ്റ് മേടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സീറോ ടൈമിംഗ് ആണ് അവിടെ ഉള്ളത്. സീറോ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റാലി ഉണ്ടല്ലോ, റാലിയിൽ കോമ്പറ്റേറ്റീവ് സെക്ടർ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല, സീറോ ടൈമിംഗ് എന്ന് പറയും. 70 കിലോമീറ്റർ പോകണം, റൈഡർക്ക് സീറോ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ചെന്ന് കഴിഞ്ഞാൽ പെനാൽറ്റിയാണ് ശരിക്കും. കാര്യം സീറോ ടൈം എന്ന സംഭവം ലോകത്ത് ഒരിക്കലും ഇമ്പോസിബിൾ ആണ്. പക്ഷെ അവിടെ ചെല്ലാൻ സമയം കൊടുത്തിട്ടില്ല. ഏറ്റവും മൈനസ് ആണ് പോയിന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏറ്റവും മൈനസ് പോയിന്റ് കിട്ടിയ ആൾ വിജയിച്ചു, അങ്ങനെയാണ് സംഭവം. മൈനസ് പോയിന്റ് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം സീറോ ടൈമിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സീറോ ടൈമിംഗ് ആണ്. പിന്നെ ആ സീറോ ടൈമിങ്ങിൽ എത്തുക, എത്രയും പെട്ടെന്ന് എത്തുന്ന എന്നാ അങ്ങനെ വിലയിരുത്തണം ആ ടീമുകളെ. ഓൾറെഡി പല ടീമുകളായിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ഇവർക്ക് സീറോ ടൈമിംഗ് ആണ് ഉള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി വേണം, അതിനകത്ത് സ്കില്ല് കൂടുന്നുള്ള ആൾക്കാർക്ക് ശമ്പളം കൂടുതലായിരിക്കണം. എങ്കിലേ ഉള്ളൂ, ആ സ്കില്ല് അനുസരിച്ച് ശമ്പളം ഉണ്ടെങ്കിലേ ഉള്ളൂ ആ വർക്ക് അവിടെ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ സാധാരണ ഒരു സർക്കാർ രീതിയിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓടത്തില്ല. കാര്യം 5 പോകുമ്പോഴത്തേക്കും വീട്ടിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അങ്ങനെ പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇത് മനസ്സിലാകത്ത പോലും ഇല്ല. അപ്പൊ ആ ഏജൻസി അല്ല അത് ചെയ്യുന്നത്. അതിലും ബെറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു സ്കില്ലുള്ള ആൾക്കാരെ കണ്ടെത്തി അങ്ങനെ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം നടക്കും കാര്യങ്ങൾ, വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് സംഭവം. അത് തമിഴ്നാട് പോലീസ് ആയിക്കോട്ടെ, ഏത് പോലീസ് ആയിക്കോട്ടെ, പോലീസിനെല്ലാം ഒരേ ട്രെയിനിങ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിങ് പോരാ. ആ ട്രെയിനിങ് ഉള്ള ആൾക്കാർ ചെന്നിട്ട് കാര്യമില്ല.
അതിലും ട്രെയിനിങ് കൊടുത്ത അതുപോലെ പ്രത്യേക സ്കില്ലുള്ള ആൾക്കാർ ചെല്ലണം. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, IPL കളി, ക്രിക്കറ്റ് കളി നമുക്കെല്ലാം കാണാൻ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് ഉയർന്ന നിരക്ക് ടിക്കറ്റ് എടുത്ത് കയറുകയും ചെയ്യും കളി കാണാൻ. എന്തുകൊണ്ടാണ്? 3-4 ഫോറിൻ പ്ലേയേഴ്സ് അതിനകത്തുണ്ട്, ഒരു ടീമിൽ കാണും. പിന്നെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്നു, അവിടെ റേറ്റ് അവർക്ക് വേജസ് കൂടുതൽ കൊടുക്കുന്നു. ആ കളി കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ്, ആ കളി നമുക്ക് തരുന്ന സ്പിരിറ്റ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് കൊടുത്ത് കയറുന്നത്. അതേപോലെ നമ്മൾ ഒരിക്കലും ഒരു രഞ്ജി കളി കാണാൻ അങ്ങനെ അത്രയും രൂപ മുടക്കി കയറത്തില്ല. തമിഴ്നാട്, കേരളം രഞ്ജി, ആ ടിക്കറ്റ് റേറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾ കയറുകയില്ല. അപ്പം IPL സംബന്ധിച്ച് വെച്ചാൽ പുറത്തുനിന്ന് പ്ലേയേഴ്സ് വരുന്നു, അപ്പം നമ്മുടെ പ്ലേയേഴ്സും ഡെവലപ്പ് ആവും. അവരെ കണ്ട് നമ്മൾ പഠിക്കുന്നു, അവർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയായിരിക്കണം ടീം. അപ്പോൾ ടീം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ, റെസ്ക്യൂ ടീം ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ത്യൻസ് മാത്രം ആയിരിക്കരുത്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും വേണം. അപ്പോൾ അവിടുന്ന് ലേറ്റസ്റ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ലേറ്റസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ടെക്നോളജി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള റെസ്ക്യൂ ടീം ആയിരിക്കും. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് ടീം കാണും, കൊറിയയിൽ നിന്ന് ടീം കാണും. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഡെവലപ്പ് ചെയ്യും, നമുക്കും അവിടെ പോകാം, നമ്മുടെ ആൾക്കാർക്കും അവിടെ പോയി ട്രെയിനിങ് കിട്ടുകയും ചെയ്യും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇത് എന്നാലേ ഉള്ളൂ അവിടുത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നടക്കുന്നത്, ലോകത്ത് നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേണ്ട ഉപകരണം ഇവിടെ വേണ്ട സമയമാണ് നമുക്ക്. എന്നാലേ ഉള്ളൂ ഈ വ്യക്തിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ വേണം ലോകത്ത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലത്തെ ഒരു ടീം ആയിരിക്കണം ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. അത്ര എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്നാ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റെസ്ക്യൂ ടീം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ എക്യുപ്മെന്റ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. അവർ വെൽ സ്കിൽഡ് ആയിരിക്കും, അതേപോലെ സ്പീഡിലായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ നമ്മൾക്ക് അപകടങ്ങളിൽ സംഭവിക്കുന്നതിനകത്തുള്ള റേഷ്യോ കുറയും. അതിനകത്ത് അപകട സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ ഇത് കൂടും. മറ്റേത് അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും, കാര്യം കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നതായിരിക്കും. രക്ഷിക്കാൻ പറ്റത്തില്ല നമുക്ക് പണം ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം, പണമല്ല അവിടെ പ്രശ്നം. നമുക്ക് അതിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. അവരെ ട്രെയിൻ ചെയ്ത് എടുക്കണം. ആ ട്രെയിൻ ചെയ്ത് അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നീങ്ങും. അപ്പം ഇപ്പം നമ്മൾ പറയുന്നു അവിടെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നില്ല, അവിടെ ആ സമയത്ത് അധികം പോലീസുകാർ വന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് പോകില്ല. ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. നമ്മൾ സൊല്യൂഷനിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ. എന്താണ് ഇതിന് സൊല്യൂഷൻ? നാളെ ഇങ്ങനെ സംഭവിക്കരുത്, നാളെ നമുക്കും ഇതുപോലെ സംഭവിക്കാം, അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരും വരുമോ? അങ്ങനെ വരണം. അതിനാണ് ഡെവലപ്ഡ് കൺട്രി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ആരും നമ്മളെ നോക്കാൻ വരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അണ്ടർ ഡെവലപ്ഡ് ആണ് സംഭവം കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കണം. അതുപോലത്തെ ടീം ആയിരിക്കണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ IPL എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം അതേപോലെ പ്രൊഫഷണൽ ടീംസിനെ വേണം നമ്മുടെ രാജ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ സ്പീഡിൽ അവർ അപ്പോൾ കാര്യങ്ങൾ നടത്തിയെടുക്കും. അവർക്ക് ഏറ്റവും വലിയ ടെക്നോളജി കയ്യിൽ എപ്പോഴും കാണും. എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു സിസ്റ്റം അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളുടെ ആൾക്കാരെ നമുക്ക് വേഗം രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് ഓൾ ഇന്ത്യ ലെവലിൽ സംഭവം ഇങ്ങനെ ആയിരിക്കണം. ഈ ഒരു സിസ്റ്റം നടക്കണം. അതിനകത്ത് എക്സ്പേർട്സ് വരെ കാണും, പലതരം എക്സ്പേർട്സ് കാണും. അതിനുള്ള ട്രെയിൻഡ് ആൾക്കാരെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റും റൈറ്റും രണ്ട് സ്പെഷ്യലിസ്റ്റ് ഉള്ള പോലെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾ ഇത് നോക്കത്തില്ല, ഇതിൻ്റെ ആൾ ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെ സ്പെഷ്യലിസ്റ്റിനെയാണ് നമുക്ക് വേണ്ടത്. ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ ഫയറിന് പ്രത്യേകം, വാട്ടറിന് പ്രത്യേകം, അങ്ങനെ പ്രത്യേക റെസ്ക്യൂ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക. വെളിയിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടീമായിരിക്കണം. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും എല്ലാം സാധിക്കും. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ഡെവലപ്പ് ആവും. അതാണ് ടീം വർക്ക്. ആ മാസ്റ്റർ മൈൻഡ് അവിടെ ഫോം ആകണം. അതിനകത്ത് പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ഉള്ളവരും അതിനകത്ത് വരണം. നമ്മുടെ ഒരു ക്രിക്കറ്റ് ടീമിനകത്ത് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന പോലെ ക്യാപ്റ്റൻ ഉണ്ട്, പിന്നെ കോച്ചുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു മാസ്റ്റർ മൈൻഡ് ഇതിന് ഫോം ചെയ്തിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ 0 ടൈമിംഗ് ആണ്. ആ 0 ടൈമിങ്ങിൽ എത്രയും പെട്ടെന്ന് അവിടെ ആളെത്തി അവിടെ ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിരിക്കണം. അല്ലാതെ ബന്ധു ചെന്നേച്ച് പോലീസുകാരെ വിളിച്ചുകൊണ്ട് വരിക അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അവിടെ വിവരം അറിഞ്ഞാൽ പറഞ്ഞാൽ വരാനുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അയയ്ക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടി കമൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് അതിന് ഗുണം. കാരണം ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. എനിക്ക് ബെറ്റർ ഒരു കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആണെങ്കിൽ പോലും എന്നോട് പറയണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ബൈ ഫോർ നൗ.